ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാൻ വീണ്ടും നമ്മുടെ ഇൻട്രോ ഒക്കെ ഇപ്പോൾ എല്ലാം കാരണമാണ് കാരണം എന്താണെന്നുള്ളത് ഗൈസ്. എനിവേ ഇന്ന് ആക്ച്വലി ഗൈസ് ഒരു ഹാപ്പി ഡേ ആണ്. ലൈക്ക് അതായത് നമ്മുടെ ബാവയുടെ 56 ചടങ്ങാണ് ഇന്നത്തെ വീഡിയോ. ആ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ 28 കെട്ടിയില്ല, കാരണം വേറെ കൊണ്ടല്ല, കുഞ്ഞു കുറച്ചുകൂടി വലുതാവട്ടെ, ഇപ്പോഴത്തെ ടെമ്പറേച്ചറും എല്ലാം വെച്ചിട്ടും കുറച്ചുകൂടെ ഒന്ന് സെറ്റായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ 56 നമ്മൾ ചടങ്ങാക്കിയത്. അപ്പോൾ ഇന്ന് ചടങ്ങാണ്. നമ്മുടെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെ മാത്രമേ അന്ന് കാണത്തുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയത് 2:30-3 മണി എന്തായപ്പോഴാണ്. അതുവരെ പണിയായിരുന്നു, ഫുൾ ഒതുക്കി റെഡിയാക്കുന്ന പരിപാടിയായിരുന്നു. അത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ആൻഡ് പി രാവിലെ എന്നെ റെഡി ആവാനായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിച്ച് അവിടെ നിൽപ്പുണ്ട്. നമുക്ക് പിനെ കാണാൻ പോയിട്ട് ലെറ്റ്സ് ഗോ. പി അങ്ങനെ കിടക്കും. പി എന്താ ഉദ്ദേശം? പിക്ക് അവിടെ ഷുണ്ട് കിടക്കണം. പിക്ക് ഇവിടെ ഫുള്ള് മേക്കപ്പ് ഒക്കെ ആയിട്ട് ആള് വരെ ഉണ്ട്. നമ്മളിവിടെ മറ്റേ പാവപ്പെട്ട കൊച്ചിന്റെ അമ്മയാണ് ഇന്നത്തെ സ്റ്റാർ എന്ന് ആര് പറഞ്ഞു? രാവിലെ 6 മണിക്കാണ് ഇറങ്ങിയാണ്. 6 മണി തുടങ്ങിയാണ്. അത് പിന്നെ ഇടയ്ക്ക് നമ്മൾ റെഡിയാവും, ഇടയ്ക്ക് പാല് കൊടുക്കല്ലേ ആണല്ലേ. ഇതിപ്പോ സത്യം പറയാൻ പറഞ്ഞല്ലേ, എപ്പോഴും പറഞ്ഞല്ലേ, നമ്മള് ഭർത്താക്കന്മാര് ഇപ്പോഴും മറ്റേ ഷണ്ടക്കൊലത്തില് നിക്കണേ ഉള്ളു. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ഇല്ല തോന്നൂലേ? ആണല്ലേ, തോന്നത്തില്ല. ഇതിപ്പോ ആൾക്കാർ ചോദിക്കും കൊച്ചു പിമ്പിളിനെ കുറിച്ച് നൂലേണ്ടി എടുത്തണേന്ന് ചോദിക്കും. നീ കാശാ നിന്നെ കൊച്ചു പെണ്ണെന്ന് വിളിച്ചതിനുള്ള ഫണ്ടടേ. ഓക്കെ, അപ്പോൾ ബാക്കി റെഡി ആയിട്ടോട്ടെ, ഞാനും റെഡി ആയിട്ടോട്ടെ. വീടിന് നടയിൽ നമ്മൾ പന്തലൊക്കെ ഇട്ടു. ലൈക്ക് ഫുൾ പൂവൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത്, പൂവൊക്കെ സെറ്റല്ലേ, ഡെക്കറേറ്റ് ചെയ്ത്. സുയിത്തണ്ണ എത്തിയിട്ടുണ്ട്. സുയിത്തണ്ണൻ രാവിലെ മാവേലിക്കരയിൽ നിന്ന് എത്തി. അകത്തോട്ട് പോവാം നമുക്ക്. ഇതെൻ്റെ അപ്പച്ചൻ, ഇതെൻ്റെ അപ്പച്ചൻ്റെ മോൻ അരവിന്ദ്. ഹായ്. ഇത് നന്ദു. ഇതെൻ്റെ അപ്പച്ചന്. ഇല്ല എൻ്റെ ഇത് പ്രതീക്ഷയുടെ. ഓ, എന്തൊരു കുറേ ദിവസത്തിൻ്റെ മനുഷ്യർ നാട്ടിലില്ലെങ്കിൽ. ഇതാണ് നമ്മളെ സെറ്റപ്പല്ല, അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ ഞാൻ പി കാണിച്ചു കേസ്. ഞാനേ പോയി ഫ്രഷ് ആയിട്ട് വേണം. എന്തു ഓ, എന്തൊരു മാന്യത നോക്കിയാണ്, എന്തൊരു കുലീനതാ. ഓ, ഇവിടെ ഇതിനൊരു അന്ത്യമില്ലേ? എടാ മോനെ, നീ വല്ലതും അറിയണുണ്ടോടാ മോനെ? ഏട്ടാ അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. സത്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഇവക്ക് ഒരു റീലിന് വേണ്ടി 2 ബിറ്റ് എടുക്കാനല്ലേ പറഞ്ഞത്. 2 ബിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 10 സെക്കൻഡ്, മനസ്സിലായാ? എടി ഇതിപ്പം മൊത്തം നിന്റേത് മൊത്തം തലയാത്ര ഉള്ളു, അതാണ് പ്രശ്നമില്ലേ? പ്രസവം നിന്റേതായിരുന്നു, നൂലുകെട്ട് കൊച്ചിൻ്റെയാണ്, നിന്റെ അല്ല. ആണല്ലേ. കൊച്ചിന് കിടിലൻ ഡ്രസ്സൊക്കെ പിപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ചിരിക്കണ മൂടുള്ള ദിവസമാണ്. മോനെ, എടാ മോനെ, ചിരിച്ചേ. അതന്നെ, അത്രേ ഉള്ളൂ, ചിരിച്ചു. എടാ മോനെ. ഞാനങ്ങനെ കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇന്നലെ രാത്രി തൊട്ട് ഒരു പണിയെടുക്കാതെ രാത്രി മുതൽ തീറ്റി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യിക്കണ തമ്പികളിയെ അല്ല എങ്ങനെ സഹായിക്കണല്ലേ? എന്താ ചെയ്യാ? കഴിക്കണമെന്ന് കാണണല്ലോ ഒട്ടും വയ്യാത്തൊന്നും. അങ്ങനല്ലേ, വളരെ നല്ലതാ. ഓ സപ്പോർട്ട്. ഞാൻ കഴിക്കട്ടെ. ഞാനും കഴിച്ചിട്ട് വരാൻ. കഴിച്ച് എൻ്റെ ഫുൾ ഡ്രസ്സും കഴിഞ്ഞിട്ട് കാണിച്ചില്ല കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ട് ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ടുവന്ന നമ്പീശനും അമ്മമാരോടെ ഇപ്പൊ സാരി എടുത്ത് കളിക്കണം. സാരി എന്താണത്? നീ ഇവനെ ജോലിക്കൊണ്ടല്ല, അവർക്ക് എന്റെ കൂടെ ഇതൊക്കെയാണ് അവർക്ക് എന്റർടൈൻമെന്റ്. മോന്റെ കൂടെ നല്ല. ഞാന് വാവ വരുന്നത് വരെ ഹെയർ കട്ട് ചെയ്യത്തില്ല എന്നൊരു ഇതിലായിരുന്നു. അതായത് ഡെലിവറി തുടങ്ങിയ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയം മുതൽ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഹെയർ കട്ടാണ് ആഫ്റ്റർ ഡെലിവറി. അങ്ങനെ റെഡി ആകുന്ന സമയത്താണ് കാർത്തിയുടെ അച്ഛനും അമ്മയും എല്ലാവരും അവർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം കഴിഞ്ഞിപ്പോൾ അവർക്ക് റെഡി ആവാനായിട്ട് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുവരുന്ന ആക്കണം.
ആക്കിയിട്ട് വരാം. രാവിലെ 9 മണിക്ക് മുമ്പ് എത്താന്ന് പറഞ്ഞ ഒരുത്തനും ഇതിന്റെ ചങ്ക് പടി. ഇവനെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇവനാണ് ലിറ്റി. എന്റെ പഴയ തല്ലി മേറ്റായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി കളിക്കായിരുന്നു. ഞാൻ അവനെ തന്നെ അവൻ എന്നെ തന്നെ. അതെ അതെ, വല്ലാത്തൊരു കുട്ടിക്കാലമായിരുന്നു സുഹൃത്തുക്കളെ, കളിക്കൂട്ടുകാർ. അപ്പൊ ഇവനെ നോക്കി വെച്ചേ, ഇവനെ നിങ്ങൾ ഒരിക്കലും പരിചയപ്പെടാൻ നോക്കണം കേട്ടോ. UK സാഹിബിന് ഇടിച്ചവനാ. ഹായ് ഗൈസ്, ഇന്ന് കൊച്ചിന്റെ നൂലിട്ടാണ് റോക്കി ബായ് എന്ന് പേര് അനൗൺസ് ചെയ്യുമ്പോൾ അവന്റെ കവാല കുറ്റി അടിച്ചിരിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഇത് കാർത്തിയുടെ അച്ഛൻ. അച്ഛനെല്ലാം അറിയായിരിക്കും. ഓ അറിയാ, അടുത്ത നീയാണെന്നാണ് പറയണ എല്ലാരും. അങ്ങനെ നമ്മളെ അപ്പൊ ഇനി അടുത്ത നിന്റെ കൊച്ചിന്റെ പരിപാടി ഞാൻ ഇല്ല, ഞങ്ങളില്ല. നാന്ത് കാലത്തരം പൂജയുടെ ആഗ്രഹം, പൂജയ്ക്ക് 8 പിള്ളേര് വേണമെന്നാണ്. പൂജ ഒരു സീനും ഇല്ല. ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ഏത് സ്പോർട്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയാം. ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കണം. കാർത്തി പോവാണ്. കാർത്തി ഞാൻ ഇറങ്ങുവാണ് ഗൈസ്. ഷരുവിന്റെ എൻഗേജ്മെന്റ് എന്താണ്, അപ്പൊ അവിടെ പോയി ഡാൻസ് കളിച്ച് മെഴുകുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ബൈ പൂജ, ബൈ ടാറ്റ. ചേച്ചിയാണോ? കൃഷ്ണ ചേച്ചി എന്താണ് പീപ്പിങ്ങോ? ആ കൊച്ചിനെ കരി വരച്ച് കോക്കാച്ചി കൊലാക്കിട്ടെ അത് ഭംഗി എന്ന് പറഞ്ഞിട്ട് കിടത്തിയിട്ട് പോയി കണ്ടിട്ടൊന്നും നീ സൈക്കിളിൽ കണ്ടു. മിണ്ടരുത് കോക്കാച്ചി കോല. കണ്ടോടാ, കൊച്ചിനെ കോക്കാച്ചി ആക്കി വെച്ചിട്ട് എവിടെ ഇറങ്ങണമെന്ന്. അപ്പോൾ ഡ്രീമർ പോണു, നിമിഷ പോണു, നിമ്മു ബൈ നിമ്മു പോണു. ഓ സോറി നിമ്മു. ഓ ടുബോർഗിന്റെ റീൽസിലൊക്കെ അത് മറ്റേതാണ് കുഴപ്പമില്ല. മോനെ ബൈ. അപ്പൊ അടുത്ത വരവിന് കാണാം. അടുത്ത എന്നിറങ്ങും? ഓ ശരി, ഞാൻ വാങ്ങിച്ചുതരാം. മന്തി വാങ്ങിച്ചുതരാം. ഡ്രീമറേ നാളെ ഡ്രീമറേ നാളെ വാട്ടാ ഡ്രീമർ ഇങ്ങോട്ടാ. ഡ്രീമറേ നാളെ മന്തി വാങ്ങിച്ചുതരാം. പറഞ്ഞ ഇങ്ങോട്ട്. ഓ ശരി, നാളെ പറഞ്ഞാം. Approximately 10 hours later. എൻ്റെ പൊന്ന് ഗായ്സ്, തളർന്നു പടമായി. ഞങ്ങൾ വീടൊക്കെ ഫുള്ള് തിരിച്ച് അപ്പം തന്നെ ഞാൻ അഴിച്ചു. കൂടുതൽ സമയം വെയിറ്റ് ചെയ്തില്ല, കാരണം ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും അപ്പോഴും അഴിക്കേണ്ടി വരും. അതുകൊണ്ട് അപ്പം തന്നെ അഴിച്ചു. അത്യാവശ്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച പോലെ നല്ലൊരു ക്യൂട്ടൊരു ഫങ്ഷനായിരുന്നു. നമ്മളെ ഹൃദയത്തിൽ അടുപ്പിച്ച് നിർത്തുന്ന ഒരുപാട് പേര് ഇന്ന് പരിപാടിക്ക് വന്നു. നമ്മൾ നിർത്തുന്നവർ മാത്രമല്ല, നമ്മളെ നിർത്തുന്നവരാണെന്ന് വന്നവരെല്ലാവരും. അപ്പോൾ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നമ്മുടെ ഈ ഒരു വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു ഭാഗമായ എല്ലാവർക്കും നന്ദി. നല്ലൊരു ഫങ്ഷനായിരുന്നു. ഷുണ്ടിന് കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഗിഫ്റ്റിൻ്റെ എല്ലാം ഒരു അൺബോക്സിങ് ഒരു ഞങ്ങൾ എല്ലാം കാണുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ. എന്തായാലും അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് എനിക്ക്
പിന്നെന്താ ഇപ്പോൾ ഉണ്ടായിരുന്നെ? ഓ കൊച്ച് ഇത്രയും ആൾക്കാർ ആദ്യമായിട്ടാണ് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതുണ്ടായിരുന്നു ആള്. എനിക്ക് തോന്നുന്നു എനിക്ക് ജനിച്ചിട്ട് ഇന്നാണോ ഇത്രയും റെസ്ലെസ് ആയിട്ട് ബിഹേവ് ചെയ്തേ കാണുന്നത്. അവൻ ഭയങ്കര ടയേർഡായി. ലാസ്റ്റ് ഇപ്പം എങ്ങനെയോ കിടന്ന് ഉറങ്ങിയായിരുന്നു. അപ്പോൾ ക്ഷീണിച്ചു പോയി. ഞങ്ങൾ ക്ഷീണിച്ചു. പി ഡ്രസ്സെങ്കിലും മാറി, ഞാൻ അതുപോലും മാറിയിട്ടില്ല. അപ്പോൾ നല്ലൊരു ഫങ്ഷനായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് കുട്ടിയുടെ പേര് എങ്ങനെയുണ്ട്? കൊച്ചിൻ്റെ പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇക്ഷിത് കൃഷ്ണ. കുട്ടിയുടെ പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിൽ പറയാം. ഇക്ഷിത് കൃഷ്ണ എന്നാണ് പേര്. അപ്പോൾ കുറേ പേര് ചോദിക്കും എന്തുകൊണ്ടാണ് ചേട്ടാ കൃഷ്ണ എന്ന് ആഡ് ചെയ്യുമെന്ന് ചോദിക്കും. ഞങ്ങൾ രണ്ടുപേരും മ്യൂച്വലി വിചാരിച്ചൊരു കാര്യമാണ്. കൊച്ചിനൊരു സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ മാത്രമേ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളതുകൊണ്ട് മാത്രം ഒരു സെക്കൻഡ് നെയിം വേണമെന്നാണ് ഞങ്ങളുടെ ഒരു തോട്ട്. ഒന്നെങ്കിൽ നമ്മുടെ രണ്ടുപേരും പേര് ആഡ് ചെയ്യണം, ഒരാളുടെ പേരായിട്ട് വേണ്ട വിചാരിച്ചു. രണ്ടുപേരും കൂടി പേര് മെർജ് ചെയ്ത് വന്നിട്ട് നല്ല പേര്. അത് മാത്രമല്ല പിന്നെ വിചാരിച്ചു അവനൊരു ഇൻഡിവിജ്വലി ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കട്ടെ. അവൻ്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഐഡൻറ്റിറ്റിയിൽ വരുന്നേക്കാട്ടിയും എനിക്ക് ഇക്ഷിത് കൃഷ്ണയുടെ അച്ഛൻ എന്ന നാളെ ഞാൻ കേൾക്കട്ടെ. സോ ലെറ്റ് ഹിം ക്രിയേറ്റ് ഹിസ് ഓൺ മൈൽ സ്റ്റോൺസ്. സോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നു. ഒന്നുമില്ല, അധികം ഒന്നും സംസാരിക്കണമെന്നില്ല. ചടങ്ങും കാര്യങ്ങളും ഓട്ടോ ഒക്കെ തന്നെയാണ്. അപ്പോൾ അതാണ്. സോ ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നത്. താങ്ക് യു സോ മച്ച് എവരിവൺ. നിങ്ങൾക്ക് എല്ലാവർക്കും പേരറിഞ്ഞതിൽ ഓക്കെയാണ് വിശ്വസിക്കുന്നു. അടുത്ത കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബാവയുടെ ഷുണ്ടുവിനെ വെച്ചാൽ നമ്മളൊരു അൺബോക്സിങ് ഷുണ്ടു വെച്ചോണ്ടായിരിക്കും ചെയ്യുന്നതായിരിക്കും. എന്തായാലും അൺബോക്സിങ് കാണും. അതിനൊക്കെ ഒരു Q&A കുറേ ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ആ Q&A വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ദിസ് ഈസ് മീ ആൻഡ് പി സൈനിങ് ഓഫ്. സൈനിങ് ഓഫ്. ആൻഡ് പറയാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് മറന്നുപോയി. അതുകൊണ്ടല്ലേ പറയാൻ മറന്നെന്ന് പറഞ്ഞത്. സത്യമായിട്ട് അല്ലടി, എന്തോ പറയാൻ വന്നായിരുന്നു. എന്തായാലും മറന്നു വയസ്സ്. അടുത്ത വീഡിയോ പറയാം. ബൈ ബൈ, ലവ് യു ഓൾ.